ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ-ഉസൂലുസ് സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. ഖബറിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മളെ സഹായിക്കുന്ന വിജ്ഞാനങ്ങൾ. ഖബറിലെ 3 ചോദ്യങ്ങൾ. മൻ റബ്ബുക്ക, നിൻ്റെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് ഉത്തരം പറയാൻ കഴിയണം. മൻ നബിയുക്ക, നിൻ്റെ നബി ആരാണ് എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയാൻ കഴിയണം. മാ ദീനുക്ക, നിൻ്റെ ദീൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമാണെന്ന് മറുപടി പറയാൻ കഴിയണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷഹാദത്തിൻ്റെ 2ാമത്തെ ഭാഗം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സാക്ഷ്യപ്പെടുത്തൽ. അതിൻ്റെ അർത്ഥം, അതിൽ 2 അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൽപ്പിച്ചത് അതിൽ അദ്ദേഹത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. രണ്ടാമത്തേത്, അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളൊക്കെ പൂർണ്ണമായും വിശ്വസിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഇനി 3ാമത്തെ അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നിരോധിച്ചത് അത് ഉപേക്ഷിക്കലാണ്. അതിനർത്ഥം, അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ നിന്ന് നിരോധിച്ചത് ഉപേക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി പ്രവർത്തനങ്ങളിലൂടെയും സ്വഭാവങ്ങളിലൂടെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതിൽ എന്തുകൊണ്ട് നിരോധിച്ചു? ആ നിരോധിച്ചതിൽ കാരണമുണ്ട്. അത് ദോഷം വരുത്തുന്നതായിരിക്കും, അത് തിന്മയുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നില്ല ഏതൊരു കാര്യവും അത് നന്മയായിരിക്കും, സൽക്കർമ്മങ്ങളായിരിക്കും. അതുകൊണ്ട് ഒരടിമ അവൻ അള്ളാഹുവിൻ്റെ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ പ്രവാചകത്വത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല, അവൻ അതിന് വൈരുദ്ധ്യമായിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരുവൻ അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷ്യപ്പെടുത്തി എന്ന് പറയുക? എന്നാൽ അവൻ അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതൊന്നും ഉപേക്ഷിക്കുന്നില്ല. അള്ളാഹു പറഞ്ഞു, വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫന്തഹു. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കൊണ്ടുവന്നോ അതൊക്കെ എടുക്കുക. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ നിരോധിച്ചുവോ അതിൽ നിന്നൊക്കെ അതൊക്കെ വെടിയുക. ഇത് സൂറത്തുൽ ഹശ്ർ 59-ാം അധ്യായം 7-ാം വചനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ നഹീതുക്കും അൻ ഷൈഇൻ ഫജ്തനിബൂഹു വൈദാ അമർതുക്കും ബി അംരിൻ ഫഅതൂ മിൻഹു മസ്തതഅ്തും. ഞാൻ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടി നിരോധിച്ചത് അതിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ എന്തൊക്കെയാണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് കഴിയുന്നത്ര ചെയ്യുക, കഴിയുന്നത് പോലെ ചെയ്യുക. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്, നിരോധിച്ചത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. ഇനി 4ാമത്തെ അർത്ഥം, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൻ്റെ 4ാമത്തെ അർത്ഥം, അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിൽ അവൻ അത് നിയമമാക്കിയ കാര്യങ്ങളിലൂടെ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആരാധനയിൽ എന്താണ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്? അത് അള്ളാഹു അവൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിയമമാക്കിയതിൽ. അതുകൊണ്ട് നിങ്ങളൊരു ആരാധനാ കർമ്മം ചെയ്യരുത് അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കാത്തത്. നിങ്ങളുടെ ഉദ്ദേശം നല്ലതായിരിക്കാം, നിങ്ങൾ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടാകാം, എന്നാൽ നിങ്ങളുടെ കർമ്മം അസാധുവാകും. കാരണം അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. ഉദ്ദേശം മാത്രം ഉണ്ടായാൽ പോരാ, മറിച്ച്
അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ നിർബന്ധമാണ്. ആരാധന എന്നത് തൗക്കീഫിയാണ്. എന്താണ് തൗക്കീഫിയ എന്ന് പറഞ്ഞാൽ? ആരാധന തൗക്കീഫിയ എന്ന് പറഞ്ഞാൽ അത് വഹിയിൽ നിന്നാണ് അത് കിട്ടുക. അല്ലാതെ ഓരോരാളുടെ യുക്തിയോ അഭിപ്രായങ്ങളോ സ്വതന്ത്ര ചിന്തയോ അല്ല. അത് അള്ളാഹുവിൻ്റെ വഹിയിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒരു ആരാധനാ കർമ്മം ചെയ്യൽ അനുവദനീയമല്ല. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കിയിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു അത് നമ്മുടെ ഈ കാര്യത്തിലില്ലാത്തതാണെങ്കിൽ അത് തള്ളപ്പെടും. അപ്പം നമ്മുടെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദീനിൽ, ഈ മതത്തിൽ. അപ്പോൾ ദീനിൻ്റെ കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്, ദുനിയാവിൻ്റെ കാര്യമല്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ ഒരാളൊരു കർമ്മം ചെയ്തു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാത്തതാണെങ്കിൽ അതെന്താണ്? തള്ളപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീനൽ മഹദിയീൻ മിൻ ബഅദി തമസ്സകൂ ബിഹാ വഅദൂ അലൈഹാ ബിന്നവാജിസ് വഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. എൻ്റെ സുന്നത്തും എനിക്ക് ശേഷം വരുന്ന സച്ചരിതരായ സന്മാർഗം പ്രാപിച്ച ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്തും നിങ്ങൾ പിൻപറ്റുക. പുതുതായി ഉണ്ടാക്കിയതിനെ സൂക്ഷിക്കുക. എല്ലാ പുതുതായി ഉണ്ടാക്കിയതും പുതിയ ആചാരങ്ങളാകുന്നു. എല്ലാ പുതിയ ആചാരങ്ങളും ദുർമാർഗമാണ്. ഒരു ആരാധനാകർമ്മം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിയമമാക്കിയിട്ടില്ലെങ്കിൽ അത് തള്ളപ്പെടുമെന്ന് ഈ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ബിദ്അത്തുകൾ നിരോധിച്ചതാണ്. അത് ഇന്ന ആൾ സംസാരിച്ചു എന്നതുകൊണ്ടോ ആരെങ്കിലും ജനങ്ങളൊക്കെ അത് ചെയ്യുന്നത് കൊണ്ടോ അത് പാടില്ല. അത് അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കാത്തിടത്തോളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊണ്ടുവരാത്തിടത്തോളം അത് ബിദ്അത്താകും, പുതിയ ആചാരമാകും, അത് ദലാലത്താകും, ദുർമാർഗമാകും. അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല. അള്ളാഹു അവൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നിയമമാക്കിയതിന്മേലല്ലാതെ. പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളുമെല്ലാം അസത്യങ്ങളാണ്. അവ ന്യൂനതകളാണ്, ദുർമാർഗമാണ്. അത് ചെയ്യുന്ന ആൾ അതുകൊണ്ട് നന്മ ഉദ്ദേശിച്ചാലും ശരി, പ്രതിഫലം അവൻ ആഗ്രഹിച്ചാലും ശരി. അതുകൊണ്ട് പരിഗണന കൊടുക്കേണ്ടത് അതിൻ്റെ ലക്ഷ്യത്തിനാണ്. പരിഗണന കൊടുക്കേണ്ടത് അതിൻ്റെ ലക്ഷ്യത്തിനല്ല, മറിച്ച് പരിഗണന കൊടുക്കേണ്ടത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുക, അൽ ഇത്തിബാ അനുസരിക്കുക, അത്താഅ കീഴ്പ്പെടുക, അൽ ഇൻഖിയാദ് നമുക്ക് ആഗ്രഹിച്ചതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആരാധന കാര്യങ്ങളുടെ വിഷയത്തിൽ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യം? ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്ക് തോന്നുന്ന പോലെ ആരാധനാകർമ്മങ്ങൾ ചെയ്യുക, നമ്മൾ ആരാധനാകർമ്മങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കേണ്ട കാര്യം എന്താണ്? എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നമ്മൾ അള്ളാഹു അവൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കിയത് മാത്രമേ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എല്ലാ ബിദ്അത്തുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. ആരെങ്കിലും പുതിയ ബിദ്അത്തുകൾ, പുതിയ അനാചാരങ്ങൾ മതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാത്തത്. അങ്ങനെ ആകുമ്പോൾ അവൻ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല
അള്ളാഹുവിൻ്റെ ദൂതനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല സത്യസന്ധമായ ഒരു സാക്ഷ്യപ്പെടുത്തൽ. കാരണം ഏതൊരാൾ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയോ അതൊരു സത്യസന്ധമായ സാക്ഷ്യപ്പെടുത്തലാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നിയമമാക്കിയത് അതിൽ ഒതുങ്ങി നിൽക്കണം. അവൻ പുതിയതായ ഒന്നും കൊണ്ടുവരാൻ പാടില്ല, പുതിയതൊന്നും പിൻപറ്റാനും പാടില്ല. ഇതാണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന സാക്ഷ്യപ്പെടുത്തലിൻ്റെ അർത്ഥം. അത് നാവ് കൊണ്ട് വെറും ഉച്ചരിച്ചാൽ പോരാ, നമ്മൾ അതിനെ പിൻപറ്റണം. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ കർമ്മങ്ങളില്ലെങ്കിൽ, അത് പരിമിതപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത്, അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിലേക്ക് നമ്മൾ പരിമിതപ്പെടുത്തണം, പുതുതായി ഒന്നും കൊണ്ടുവരരുത്. ബാറക്കല്ലാഹു ഫീക്. നമുക്കവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.